നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സഫീർ അലി. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ തുവൂര് എന്ന സ്ഥലത്താണ്. ഞാൻ പ്രവാസിയാണ്. റിയാദിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ വളരെ ഹാപ്പിയായ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. കൃഷി സംബന്ധമായൊരു വ്ളോഗിങ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായ ഫസ്റ്റ് വീഡിയോ എൻ്റെ ആട്ടിൻകൂടും കോഴിക്കൂടൊക്കെ എടുത്ത് കണ്ടാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 200 സ്ക്വയർ ഫീറ്റിലാണ് എൻ്റെ ആട്ടിൻകൂട്ടുള്ളത്. അതിന് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്താണ് ഈ ആട്ടിൻകൂട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാസനയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ജിമെയിൽ അഡ്രസ്സായ msafirali313@gmail.com എന്ന സൈറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറായ 00966561778 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേമാതിരി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സഫീർ അലി, തുവൂര്, മലപ്പുറം ജില്ലയിലെ തുവൂരാണ് എൻ്റെ വീട്. ഇന്ന് എൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് ഞാനിത് വ്ളോഗിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ കൂടി 200 സ്ക്വയർ ഫീറ്റാണുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് അല്പം കൂടിപ്പോയി. എന്നാലും വീടിൻ്റെ അടുത്തൊരു സ്ഥലത്താണ് ഈ കൂട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രക്കും ഹൈടെക്കായിട്ട് നല്ല രീതിയിൽ തന്നെ ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കൂടിൻ്റെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ പുതിയ വ്ളോഗിങ് ചാനലിൻ്റെ, മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിൻ്റെ 1ാമത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇത് ആടുകൾ വേസ്റ്റാക്കുന്ന പുല്ലുകൾ അതേമാതിരി തീറ്റകളൊക്കെ നമ്മൾ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കണ്ടാണ് സംസ്കരിക്കുന്നത്. പിന്നെ കുറച്ച് കോഴികളുണ്ട്. പിന്നെ ഇത് കൂട്ടിൽ നിന്നും പിന്നെ നമ്മൾ കോരി ഒഴിവാക്കുന്ന ആട്ടിൻകാഷ്ടാണ്. ഇത് കൃഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്.